Good morning, dear students. Welcome to your biology class of CNNBHS. Today we are going through 7th chapter, Division for Growth and Reproduction. വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും. സൈഗോട്ട് അഥവാ സിക്താണ്ഡം എന്ന ഏകകോശത്തിൽ നിന്നാണ് നാം വളർന്നു വന്നത്. ഈ വളർച്ചയ്ക്ക് കാരണം കോശവിഭജനം അഥവാ സെൽ ഡിവിഷൻ ആണ്. ഇനി കോശവിഭജനം എന്ന പ്രക്രിയ എങ്ങനെയാണെന്ന് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് പരിശോധിക്കാം. കോശവിഭജനം രണ്ട് തരത്തിലുണ്ട്: ക്രമഭംഗം അഥവാ മൈറ്റോസിസ്, ഊനഭംഗം അഥവാ മിയോസിസ്. ഒരു കോശം പൂർണ്ണ വളർച്ചയെത്തിയ കോശമായി മാറുന്ന ഘട്ടമാണ് ഇൻ്റർഫേസ്. ഇങ്ങനെ പൂർണ്ണ വളർച്ചയെത്തിയ കോശം വിഭജിച്ച് പുത്രികാ കോശങ്ങളായി മാറുന്നു, അതായത് ഡോട്ടർ സെൽസായി മാറുന്നു. അവ വീണ്ടും ഇൻ്റർഫേസ് എന്ന ഘട്ടത്തിലൂടെ കടന്ന് വിഭജന ഘട്ടത്തിലെത്തുന്നു. ഇത് ചാക്രികമായി അല്ലെങ്കിൽ സൈക്ലിക്കായി ആവർത്തിക്കപ്പെടുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് ഇതിനെ രണ്ടും, വിഭജനവും ഇൻ്റർഫേസും കൂടി ചേർന്ന് ഉൾപ്പെടുത്തി നമ്മൾ ഇതിനെ കോശചക്രം എന്ന് പറയുന്നു. ദ ഇൻ്റർഫേസ് ആൻഡ് ദ ഡിവിഷൻ ഫേസ് ഗെറ്റ് റിപ്പീറ്റഡ് ഇൻ എ സൈക്ലിക് മാനർ. ദേ ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് സെൽ സൈക്കിൾ. Growth of the body is brought about by cell division and cell growth. അതായത് കോശവിഭജനവും കോശവളർച്ചയുമാണ് ശരീര വളർച്ച സാധ്യമാക്കുന്നത്. ചിത്രത്തിൽ നിന്ന് ഇൻ്റർഫേസിൽ കോശത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്പർ ഓഫ് സെൽ ഓർഗനൽസ് ഇൻക്രീസസ്. കോശാംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. ക്വാണ്ടിറ്റി ഓഫ് സൈറ്റോപ്ലാസം ഇൻക്രീസസ്. കോശദ്രവ്യത്തിൻ്റെ അളവ് കൂടുന്നു. സെൽ സൈസ് ഇൻക്രീസസ്. കോശവലിപ്പം കൂടുന്നു. ജനറ്റിക് മെറ്റീരിയൽ ഡ്യൂപ്ലിക്കേറ്റ്സ്. ജനിതക വസ്തു ഇരട്ടിക്കുന്നു. ഇത്തരം മാറ്റങ്ങളിലൂടെ കോശത്തിൻ്റെ ഇൻ്റർഫേസ് കഴിഞ്ഞാൽ അടുത്തതായി കോശ വിഭജനമാണ്. കോശവിഭജനത്തിൽ രണ്ട് ഘട്ടങ്ങളുണ്ട്: ന്യൂക്ലിയസിൻ്റെ വിഭജനം, ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് അഥവാ കാരിയോകൈനസിസ്. അതിനുശേഷം കോശദ്രവ്യ വിഭജനം, ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം അഥവാ സൈറ്റോകൈനസിസ്. ഇനി നമുക്ക് കാരിയോകൈനസിസ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. 4 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ന്യൂക്ലിയസിൻ്റെ വിഭജനം. ന്യൂക്ലിയസിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്നിങ്ങനെ 4 ഘട്ടങ്ങൾ ഉണ്ട്. ഓരോ ഘട്ടത്തിലും നടക്കുന്ന മാറ്റങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പ്രോഫേസ് ഘട്ടത്തിൽ ന്യൂക്ലിയസിനുള്ളിലെ ക്രൊമാറ്റിൻ ജാലിക തടിച്ച് കുറുകി ക്രോമസോമുകളായി മാറുന്നു. മെറ്റാഫേസ് ഘട്ടത്തിൽ ക്രോമസോമുകൾ കോശത്തിന്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കപ്പെടുന്നു. അനാഫേസ് ഘട്ടത്തിൽ ക്രോമസോമിന്റെ ക്രൊമാറ്റിഡുകൾ വേർപിരിയുന്നു. ഓരോ ക്രൊമാറ്റിഡുകളിലുമുള്ള പുത്രികാ ക്രോമസോമുകളായി ഇരു ധ്രുവങ്ങളിലേക്കും നീങ്ങുന്നു. ടീലോഫേസ് ഘട്ടത്തിൽ ഇരു ദ്രവങ്ങളിലേക്കും നീങ്ങിയ ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികയായി മാറുന്നു. പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു. ന്യൂക്ലിയസിന്റെ വിഭജനം പൂർത്തിയാകുന്നതോടെ ഓരോ കോശത്തിലും 2 ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിന് ശേഷം കോശദ്രവ്യം കൂടി വിഭജിക്കുമ്പോൾ മാത്രമേ കോശവിഭജനം പൂർത്തിയാവുകയുള്ളൂ. ചിത്രീകരണം 7.2, പേജ് നമ്പർ 101 ശ്രദ്ധിക്കുക. ഇല്ലസ്ട്രേഷൻ 7.2, പേജ് നമ്പർ 101. പ്രോഫേസിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. അതായത് ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്, കാരിയോകൈനസിസ്. ന്യൂക്ലിയസിൻ്റെ വിഭജനം 4 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അതിൽ പ്രോഫേസിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമുകളായി മാറുന്നു. ക്രൊമാറ്റിൻ റെട്ടിക്കുലം changes to chromosomes. Secondly, chromosome number duplicates. ക്രോമസോം ഇരട്ടിക്കുന്നു.
തേർഡ് വൺ, സെൻട്രോസോം എന്ന കോശാംഗം രണ്ടായി വിഭജിച്ച് സെൻട്രിയോളുകൾ ഉണ്ടാകുന്നു. അവയിൽ നിന്ന് കീലതന്തുക്കൾ രൂപപ്പെടുന്നു. ദ സെൽ ഓർഗനൽ സെൻട്രോസോം ഡിവൈഡ്സ് ഇൻറ്റു ടു ആൻഡ് സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ ഫോംഡ് ഫ്രം ദിസ്. സസ്യകോശങ്ങളിൽ സെൻട്രോസോം ഇല്ലാത്തതിനാൽ അവ ഇല്ലാതെയാണ് ഈ കീലതന്തുക്കൾ രൂപപ്പെടുന്നത്. ഇതെല്ലാമാണ് പ്രോഫേസിൽ നടക്കുന്നത്. അടുത്തത് മെറ്റാഫേസ്. ക്രോമസോമുകൾ കോശത്തിൻ്റെ നടുഭാഗത്ത് വിന്യസിക്കപ്പെടുന്നു. ക്രോമസോംസ് ഗെറ്റ് അലൈൻഡ് അറ്റ് ദി ഇക്വേറ്റർ ഓഫ് ദി സെൽ. Secondly, the spindle fibers get attached to centromere of the chromosome. കീലതന്തുക്കൾ ക്രോമസോമിൻ്റെ സെൻട്രോമിയറുമായി ബന്ധിപ്പിക്കുന്നു. ചിത്രത്തിൽ നോക്കിയാൽ ക്രോമസോമിൻ്റെ ഘടന മനസ്സിലാക്കാൻ സാധിക്കും. 2 ക്രോമാറ്റിഡ്സ് ചേർന്നതാണ് ഒരു ക്രോമസോം. ക്രോമാറ്റിഡ്സ് കൂടിച്ചേരുന്ന ഭാഗമാണ് സെൻട്രോമിയർ. അടുത്തത് അനാഫേസ്. അനാഫേസിൽ ക്രോമാറ്റിഡ്സ് ഓഫ് ദി ക്രോമസോം സെപ്പറേറ്റ്. ക്രോമാറ്റിഡ്സ് ക്രോമസോമിൽ നിന്ന് വിട്ടുപിരിയുന്നു. വേർപെട്ട ക്രോമാറ്റിഡുകൾ കോശത്തിൻ്റെ ഇരുധ്രുവങ്ങളിലേക്കും എത്തുന്നതോടെ പുത്രിക ക്രോമസോമുകൾ ഉണ്ടാകുന്നു. The separated chromatids move to each pole and forms daughter chromosomes with a single chromatids. അടുത്തത് 4ാം ഘട്ടം, അവസാന ഘട്ടം, ടീലോഫേസ്. Chromosomes that move to the poles become chromatin reticulum and nuclear membrane reappears so that 2 daughter nuclei are formed at the poles. ക്രോമസോമുകൾ ക്രോമാറ്റിൻ ജാലികയാകുന്നു. മർമ്മസ്തരം പ്രത്യക്ഷപ്പെടുന്നു. അതിൻ്റെ ഫലമായി കോശത്തിൻ്റെ ഇരുധ്രുവങ്ങളിലും പുത്രികാ ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു. ഇതോടുകൂടി ന്യൂക്ലിയസിൻ്റെ വിഭജനം പൂർത്തിയാകുന്നു. ഡിവിഷൻ അഥവാ കോശവിഭജനം പൂർത്തിയാകണമെങ്കിൽ നിലവിലെ കോശം 2 കോശമായി മാറണം. കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം വിഭജിക്കുന്നതോടെ കോശവിഭജനം പൂർത്തിയാകും. അടുത്തതായി സൈറ്റോകൈനസിസ്, ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം, കോശദ്രവ്യ വിഭജനം. ന്യൂക്ലിയസിന്റെ വിഭജനം സസ്യകോശത്തിലും ജന്തുകോശത്തിലും ഏറെക്കുറെ ഒരുപോലെയാണെങ്കിലും കോശദ്രവ്യ വിഭജനം തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. ജന്തുകോശത്തിൽ പ്ലാസ്മാ സ്തരം കോശത്തിന്റെ മധ്യഭാഗത്തായി എല്ലാ വശത്തും ഉൾവലിയുന്നു. ഇങ്ങനെ ഉൾവലിയുന്ന ഭാഗങ്ങൾ ക്രമേണ കൂടിച്ചേർന്ന് കോശദ്രവ്യം വിഭജിക്കപ്പെടുന്നു. സസ്യകോശത്തിൽ പുത്രികാ ന്യൂക്ലിയസുകൾക്ക് ഇടയിലായി ചെറു സ്തരസഞ്ചികൾ രൂപപ്പെടുന്നു. ഈ ചെറു സ്തരസഞ്ചികൾ ചേർന്ന് കോശഫലകം രൂപപ്പെടുന്നു. ഈ കോശഫലകം ഇരുവശത്തേക്കും വളർന്ന് പ്ലാസ്മാ സ്തരവുമായി ചേരുന്നു. സെല്ലുലോസ് അടിഞ്ഞുകൂടി കോശഭിത്തിയായി മാറുന്നു. ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ വിഭജനം ജന്തുകോശത്തിലും സസ്യകോശത്തിലും, അതായത് ആനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും ഏതാണ്ട് ഒരുപോലെയാണെങ്കിലും സൈറ്റോകൈനസിസ് കോശദ്രവ്യ വിഭജനം വ്യത്യസ്തമാണ്. പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും ന്യൂക്ലിയസിൻ്റെ വിഭജനം ഒരുപോലെയാണെങ്കിലും കോശദ്രവ്യത്തിൻ്റെ വിഭജനം വ്യത്യസ്തമാണ്. അതെന്താണെന്ന് പരിശോധിക്കാം. ജന്തുകോശത്തിൽ പ്ലാസ്മാ സ്തരം കോശത്തിൻ്റെ മധ്യഭാഗത്തായി ഉൾവലിഞ്ഞ് 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു. In animal cell, the plasma membrane invaginates at the center of the cell and the cell divides into 2 daughter cells. In the case of plant cell, small vesicles are formed between the daughter nuclei and they join together to form a cell plate. The cell plate extends to the both sides and joins with the plasma membrane. Then the cell divides into 2 daughter cells. സസ്യകോശത്തിൽ പുത്രികാ ന്യൂക്ലിയസുകൾക്ക് ഇടയിലായി ചെറുതര സഞ്ചികൾ രൂപപ്പെടുന്നു. അവ ചേർന്ന് കോശഫലകം രൂപപ്പെടുന്നു. കോശഫലകം ഇരുവശത്തേക്കും വളർന്ന് പ്ലാസ്മാ സ്തരവുമായി ചേർന്ന് കോശം 2ആയി വിഭജിക്കുന്നു. ഈ കോശങ്ങൾ പൂർണ്ണ വളർച്ചയെത്തിയാൽ വീണ്ടും വിഭജിച്ചു തുടങ്ങും. ഓരോ തവണ വിഭജിക്കുമ്പോഴും ജനിതക വസ്തു ഇരട്ടിക്കുന്നു. അതിനാൽ എത്ര തവണ കോശവിഭജനം നടന്നാലും ക്രോമസോം സംഖ്യ മാറുന്നില്ല. ഇതാണ് ക്രമഭംഗത്തിന്റെ പ്രത്യേകത. At each division, the cell divides after the duplication of genetic material. Hence, there will not be any change in the chromosome number even if the cell divides several times. This is the characteristics of mitosis. Mitosis makes repair of tissues and growth of the body possible. കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതും ശരീര വളർച്ച സാധ്യമാകുന്നതും
ക്രമഭംഗത്തിൻ്റെ പ്രാധാന്യമാണ്. നാം ഇപ്പോൾ പഠിച്ച ക്രമഭംഗം അഥവാ മൈറ്റോസിസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.